Good evening. Question number 20. Homomorphism നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഹോമോമോർഫിസത്തിലെ ചോദ്യം ചോദിക്കില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഹോമോമോർഫിസം എന്താണ് എന്നൊന്ന് പഠിച്ചു വെച്ചേക്കണം എല്ലാവരും. കാരണം PSC സ്ഥിരമായിട്ട് HSSTയുടെ പരീക്ഷയാണെങ്കിലും ഒക്കെ സ്ഥിരമായിട്ടും ചോദിക്കാറുള്ള ചോദ്യമാണ് ഹോമോമോർഫിസത്തിന്റെ ചോദ്യം. ഹോമോമോർഫിസം നമ്മളവിടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താണ് ഹോമോമോർഫിസം എന്നുള്ളത്, ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഹോമോമോർഫിസം എന്ന് വെച്ചാൽ ഒരു ഫംഗ്ഷൻ, ഒരു മാപ്പിംഗ്, ഒരു ഗ്രൂപ്പിൽ നിന്നും വേറൊരു ഗ്രൂപ്പിലേക്കുള്ള മാപ്പിങ്ങിനെയാണ് ഹോമോമോർഫിസം എന്ന് പറയാം. ഒരു ഗ്രൂപ്പിൽ നിന്നും വേറൊരു ഗ്രൂപ്പിലേക്കുള്ള മാപ്പിങ്ങിനെയാണ് നമ്മൾ ഹോമോമോർഫിസം എന്ന് പറയുക. അത് എന്ത് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്ന് നോക്കുക. അപ്പൊ G എന്ന് പറയുന്ന ഫൈ എന്ന് പറഞ്ഞാണ് മാപ്പിംഗ് ഹോമോമോർഫിസം. അത് ജിയിൽ നിന്നും G സ്റ്റാർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നും സം H ഡോട്ട് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത് വിചാരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇതൊരു ഫംഗ്ഷൻ ആണ്. ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, ഹോമോമോർഫിസം എന്ന് പറയാം. ഇനി ഇത് ഹോമോമോർഫിസം ആവണം എന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ട കണ്ടീഷൻ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഫോർ എവറി A, B ബിലോങ്സ് ടു G. ജിയിൽ നിന്നും AB നിങ്ങൾ സെലക്ട് ചെയ്തു, അതിനെ ഓപ്പറേറ്റ് ചെയ്താൽ A സ്റ്റാർ B എന്ന് പറഞ്ഞ എലമെന്റ് കിട്ടുമല്ലോ. അതെവിടെ ഉണ്ടാവും? ജിയിൽ തന്നെ ഉണ്ടാവും അല്ലെ, ബിക്കോസ് G is a group. ഈ ഒരു എലമെന്റിന്റെ ഇമേജ് ഫൈ ഓഫ് A സ്റ്റാർ B എടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക നോക്കി നോക്കിയേ. ഫൈ ഓഫ് A സ്റ്റാർ B എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? അപ്പുറത്തേക്ക് മാപ്പ് ചെയ്യുന്ന എലമെന്റ്, അതിന്റെ ഇമേജ് കിട്ടുമല്ലോ. ആ ഇമേജ് ഇതാ ഇങ്ങനെയായിരിക്കും, ഫൈ ഓഫ് A ഡോട്ട് ഫൈ ഓഫ് B, ഫൈ ഓഫ് A ഡോട്ട് ഫൈ ഓഫ് B എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. ഇങ്ങനെ ആവുന്ന മാപ്പിങ്ങിനെയാണ്, ഫങ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, ഹോമോമോർഫിസം എന്ന് പറയുക. ഹോമോമോർഫിസം എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്ന ഫങ്ഷൻസിനെയാണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ 5 ഫ്രം Z ടു 4Z, 5 ഫ്രം Z ടു 4Z, അതായത് Z എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ്, 4Z എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾസ് മാത്രം വരുന്ന ഒരു ഗ്രൂപ്പ്. ഓക്കെ, രണ്ടും അണ്ടർ അഡീഷൻ. ഓക്കെ, അഡീഷൻ ആണ് കേട്ടോ, രണ്ടിലും യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ അണ്ടർ അഡീഷൻ ആണ്, സോറി അഡീഷൻ ആണ്. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ്. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 4x എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു എന്ന് വിചാരിക്കാം. ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 4x ഫോർ എവറി എക്സ് ബിലോങ്സ് ടു Z. ഫോർ എവറി എക്സ് ബിലോങ്സ് ടു Z ഈസ് എ ഹോമോമോർഫിസം. ഈസ് എ ഹോമോമോർഫിസം എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇത് ഹോമോമോർഫിസം ആവാനുള്ള കാരണം? ഇപ്പൊ രണ്ട് എലമെന്റുകൾ നിങ്ങൾ ചൂസ് ചെയ്തു. ഫോർ എവറി എക്സ് വൈ ബിലോങ്സ് ടു Z, എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ ഉണ്ടാവും? Z ഉണ്ടാവും അല്ലെ, 100% ഉറപ്പാണ്. ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ഡെഫിനിഷൻ പ്രകാരം എലമെന്റ്? എക്സ് കൊടുത്താൽ എക്സിന്റെ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുക അല്ലെ, തരികയാണ് ചെയ്യുക. നമുക്ക് 4x തരിക ചെയ്യാം. ഇവിടെ എക്സ് പ്ലസ് 5 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? 4 × x + 5 എന്ന് കിട്ടും അല്ലെ, 4 × x + 5 ഈ ഡെഫിനിഷൻ പ്രകാരം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ, 4x + 4y എന്ന് കിട്ടുമല്ലോ. ഈ 4x എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ ഓഫ് എക്സ് അല്ലെ, പ്ലസ് 4y എന്ന് പറഞ്ഞാൽ എന്താ? ഫൈ ഓഫ് y. ശരിയല്ലേ? അപ്പൊ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ എന്ന് കിട്ടി. ഇവിടെ രണ്ട് സ്ഥലത്തും പ്ലസ് എന്ന് പറഞ്ഞാൽ കോമൺ ഓപ്പറേഷൻ ആയതുകൊണ്ട് ആ ഒരു ഡിഫറൻസ് നമുക്ക് ഇവിടെ സ്റ്റാറും ഇവിടെ ഡോട്ടും ഉപയോഗിച്ചത് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, രണ്ടും ഒരേ ഓപ്പറേഷൻ ആണ്. അപ്പൊ ഫൈ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ഫൈ ഓഫ് എക്സ് പ്ലസ് ഫൈ ഓഫ് വൈ എന്ന് നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. therefore ഫൈ ഈസ് എ ഹോമോമോർഫിസം. ഇതാണ് ഗ്രൂപ്പ് ഹോമോമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഡെഫിനിഷൻ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ ഇവിടെ Z4 to Z7 ഏതാ ഹോമോമോർഫിസം ചോദിച്ചാൽ നമുക്കറിയില്ല. ഇഷ്ടംപോലെ ഹോമോമോർഫിസം ഉണ്ടാവും, പല ഡെഫിനിഷൻസും നിങ്ങൾക്ക് കൊടുക്കാം. അപ്പൊ ഇതുപോലെ ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു 4x എന്നൊക്കെ പറഞ്ഞ പോലെ ഡെഫിനിഷൻസ് കൊടുക്കാം. ഇവിടുത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ എത്ര ഹോമോമോർഫിസം നമുക്ക് Z4 നിന്നും Z7 ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതാണ്. Z4 നിന്നും Z7 എത്ര ഹോമോമോർഫിസം ഇതുപോലെ ഡിഫൈൻ ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ ചോദ്യം. അതിൻ്റെ ഒരു ഫോർമുല ഉണ്ട്, ആ ഫോർമുലയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എങ്ങനെയാണ് ഫോർമുല പഠിക്കേണ്ടത് നോക്കി നോക്കൂ. The number of homomorphism, the number of homomorphism, number of homomorphism from
Zm to Zn. Number of homomorphism from Zm to Zn is the GCD of M and N. M ന്റെയും N ന്റെയും GCD ആണ് നമ്പർ ഓഫ് ഹോമോമോർഫിസം. Zm ൽ നിന്നും Zn ലേക്കുള്ള ഹോമോമോർഫിസത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 4 ന്റെയും അല്ലെങ്കിൽ M ന്റെയും N ന്റെയും GCD ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ആൻസർ എന്തായിരിക്കും നോക്കി നോക്കിയേ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? Z4 ൽ നിന്നും Z7 ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന Z4 ൽ നിന്നും Z7 ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് ഹോമോമോർഫിസം 4 and 7. ഇതിന്റെ GCD എത്രയാ? 4 ന്റെയും 7 ന്റെയും GCD ആണ്. 4 ന്റെയും 7 ന്റെയും GCD എത്രയാണോ? They are relatively prime. അല്ലേ? 4 ഉം 7 ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. ശരിയല്ലേ? Therefore it's 1. It is 1. Clear അല്ലേ? Okay. അപ്പൊ ഇവിടുത്തെ നമ്പർ ഓഫ് ഹോമോമോർഫിസം എത്ര വരും? 1 എന്ന് വരും. നമ്പർ ഓഫ് ഹോമോമോർഫിസം ഇസ് 1. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇനിയുണ്ട് ചോദ്യം. 21ാമത്തെ ചോദ്യം നോക്കൂ. നമ്പർ ഓഫ് ഹോമോമോർഫിസം കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് ഇത്. നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പറയും. നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം Z4 to Z12. Z4 ൽ നിന്നും Z12 ലേക്കുള്ള നമ്പർ ഓഫ് ഹോമോമോർഫിസം. യെസ്, എളുപ്പമല്ലേ? വളരെ സിമ്പിൾ ആണ് അല്ലേ? 4 and 12. ഇതിന്റെ GCD 4. 4. ഓക്കെ, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എളുപ്പമാണ്. അപ്പൊ ഈ ഒരു കാര്യം പഠിച്ചു വെക്കാം. 22. ഇതൊന്നും ടെക്സ്റ്റ് ബുക്കിലൊന്നും നമ്മൾ എവിടെയും കാണില്ല. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരുന്ന കുറേ ഇൻഫോർമേഷൻസ് ആണ് പല സ്ഥലത്തു നിന്നും കളക്ട് ചെയ്യുന്നതും. അടുത്ത ചോദ്യം ആൻസർ വേഗം നിങ്ങൾ പറയും. നമ്പർ ഓഫ് ഹോമോമോർഫിസം, ഗ്രൂപ്പ് ഹോമോമോർഫിസം ഫ്രം Z10 to Z20. Z10 to Z20. 10 ന്റെയും 20 യുടെയും GCD, that is 10. 10 ന്റെയും 20 യുടെയും GCD, that is 10. ഓക്കെ, 22. 23ാമത്തെ ചോദ്യം നോക്കൂ. ഇത് എളുപ്പമുള്ള ചോദ്യം, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് അല്ലേ? സിമെട്രിക് ഗ്രൂപ്പ് SNലെ നമ്പർ ഓഫ് എലമെന്റ്സ്. എത്ര എലമെന്റ്സ് ആ ഉള്ളത്? SN എന്ന് പറഞ്ഞ സിമെട്രിക് ഗ്രൂപ്പിലെ നമ്പർ ഓഫ് എലമെന്റ്സ്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ SN is n factorial അല്ലേ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സിമെട്രിക് ഗ്രൂപ്പ് SN is n factorial. Okay.